പരാതികൾ മാത്രമായൊരു ജീവിതം. 10 വർഷം കൂടുമ്പോൾ 2 വാക്കു മാത്രം ശിഷ്യർക്ക് ഗുരുവിനോട് പറയാം. ഇതായിരുന്നു ആശ്രമത്തിലെ നിയമം. അതനുസരിച്ചുള്ള 10 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ശിഷ്യൻ ഗുരുവിനടുത്തെത്തി 2 വാക്കുകൾ പറയാൻ ഗുരു അനുവാദം നൽകി. കിടക്ക കട്ടിയാണ്, ശിഷ്യൻ പറഞ്ഞു. വീണ്ടും 10 വർഷം കഴിഞ്ഞപ്പോൾ ഗുരുവിനെ കണ്ടു ശിഷ്യൻ പറഞ്ഞു, ഭക്ഷണം മോശമാണ്. പിന്നെയും 10 വർഷം കഴിഞ്ഞു. 2 വാക്കുകൾ കൂടി പറയാൻ ഗുരു ആവശ്യപ്പെട്ടു. ശിഷ്യൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ നല്ലത്. കാരണം നീ 30 കൊല്ലമായി പരാതി പറയാൻ മാത്രമേ പഠിച്ചുള്ളൂ. ഇതിൽ തെല്ലും അതിശയോക്തിയില്ല. കാരണം നമ്മളിൽ പലരും 20, 30, 40, 50 വർഷങ്ങളായി പരാതി മാത്രം പറഞ്ഞ് ജീവിക്കുന്നവരാണ്. സുഖമാണോ എന്നാരെങ്കിലും ഒന്ന് ചോദിച്ചാൽ സുഖമായിരിക്കുന്നു എന്ന് സന്തോഷത്തോടെ പറയുന്നതിന് പകരം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു എന്ന് പരിഭവത്തോടെ പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. ഭൂരിപക്ഷത്തിൻ്റെയും പ്രാർത്ഥനകളിൽ നിറയെ പരാതികളായിരിക്കും. ദൈവങ്ങളും ദേവാലയങ്ങളും പലപ്പോഴും പരാതിപ്പെട്ടികളായി മാറുന്നു. 1993 തൻ്റെ 49ാമത്തെ വയസ്സിൽ എയ്ഡ്സ് ബാധിച്ച് മരിച്ചുപോയ ലോകപ്രസിദ്ധ ടെന്നീസ് കളിക്കാരൻ ആർതർ ആഷ് ഇത്തരക്കാർക്ക് ചുട്ട മറുപടി നൽകുന്നുണ്ട്. 1983 ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് സ്വീകരിച്ച രക്തത്തിലൂടെ HIV ബാധിച്ച് എയ്ഡ്സ് രോഗിയായി മാറിയ ആർതർ ആഷ് വിംബിൾഡൺ, US ഓപ്പൺ, ആസ്ട്രേലിയൻ ഓപ്പൺ തുടങ്ങിയ സമുന്നത ടെന്നീസ് കിരീടങ്ങൾ നേടുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ രോഗബാധയിൽ ഹൃദയം തകർന്ന് ഒരു ആരാധകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവം എന്തിനു താങ്കൾക്ക് ഈ ദുർവിധി തന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി അതിമനോഹരമായിരുന്നു. ലോകം മുഴുവൻ 5 കോടി കുട്ടികൾ ടെന്നീസ് കളിക്കാൻ തുടങ്ങുന്നു. അതിൽ 50 ലക്ഷം പേർ കളി പഠിക്കുന്നു. അതിൽ 5 ലക്ഷം പേർ കളി ശാസ്ത്രീയമായി പഠിക്കുന്നു. 50,000 പേർ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. 5,000 പേർ ഉന്നത മത്സരങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതിൽ 50 പേർ വിംബിൾഡണിൽ, 4 പേർ സെമിയിലും 2 പേർ ഫൈനലിലും എത്തുന്നു. അതിൽ വിജയം നേടി വിംബിൾഡൺ കപ്പ് കൈകളിലേന്തിയപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല എന്തുകൊണ്ട് ഞാനെന്ന്. അപ്പോൾ ഈ വേദനയിൽ മാത്രം എന്തുകൊണ്ട് ഞാനെന്ന് ദൈവത്തോട് ചോദിക്കുന്നത് നീതികേടല്ലേ? ആ കളിക്കാരൻ പകരുന്ന മനോഹരമായ ഈ ജീവിതപാഠം നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കുന്നു. ഇന്നത്തെ നമ്മുടെ കുറവുകളെയും പ്രശ്നങ്ങളെയും പരാതികളോടെ സമീപിക്കുന്നതിന് പകരം വളരാനും വികസിക്കാനുമുള്ള അവസരങ്ങളായി അവയെ കണ്ടാൽ പരാതിക്ക് പകരം അവയ്ക്ക് വേണ്ടി നാം ദൈവത്തോട് നന്ദി പറയേണ്ടി വരും. നമ്മുടെ പ്രാർത്ഥനകളിൽ പരാതികൾ മാറ്റുകയും നന്ദി പറയൽ ചേർക്കുകയും ചെയ്യും. പ്രശ്നങ്ങളെയും പരാജയങ്ങളെയും കുറവുകളെയും ചൊല്ലി പരാതികൾ പറയാൻ തുടങ്ങുമ്പോൾ അവ നൽകുന്ന പാഠങ്ങൾ നമുക്ക് നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും ജീവിതത്തിൽ പരാതി പറയാൻ തുടങ്ങുമ്പോൾ ഓർക്കുക നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ.